ഇന്നത്തെ വീഡിയോ കേരള സിലബസ് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ അതിലെ ടെക്സ്റ്റ് ബുക്കിലെ ലേറ്റസ്റ്റ് അസസിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. അതിൽ 1ഉം 2ഉം ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ചെയ്യുന്നത്. അതിലെ തേർഡ് ക്വസ്റ്റ്യൻ, there are 3 shells in an atom of element P. There are 7 electrons in its outermost shell. Symbol is not real എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പി എന്നുള്ള ലെറ്ററിനെ നോക്കി നമ്മൾ എഴുതണ്ട, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കി എഴുതുക. അപ്പോൾ 3 ഷെല്ലാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 7 തന്നിട്ടുണ്ട്. റൈറ്റ് ദി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് എലമെന്റ് പി. നമുക്ക് എഴുതാം, ഇവിടെ തന്നെ എഴുതുന്നു. ആദ്യത്തെ ഷെല്ലിൽ 2 എണ്ണം, രണ്ടാമത്തെ ഷെല്ലിൽ 8 എണ്ണം, 3 ഷെല്ലുകളെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ഷെല്ലിൽ 7 എണ്ണം, അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 7 ഇലക്ട്രോൺ ആണ് ഔട്ടർ മോസ്റ്റ് ഷെൽ. അപ്പോൾ 2, 8, 7 എന്നാണ് ഇതിൻ്റെ കോൺഫിഗറേഷൻ. വിച്ച് ഈസ് ഇറ്റ്സ് ആറ്റോമിക് നമ്പർ. കോൺഫിഗറേഷൻ കിട്ടിയപ്പോൾ ആറ്റോമിക് നമ്പറിന് പ്രശ്നമൊന്നുമില്ല. 2, 8, 10, 10, 7, 17. ടു വിച്ച് പീരീഡ് ഡസ് ഇറ്റ് ബിലോങ്. എത്ര പീരീഡ് ഉണ്ട്? കാരണം ഇവിടെ 2, 8, 7 എന്ന് പറയും 3 ആണ്. 3 ഷെല്ലാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 3 ഷെല്ലാകുമ്പോൾ പീരീഡ് നമ്പറും 3 തന്നെ. ടു വിച്ച് ഗ്രൂപ്പ് ഡസ് ഇറ്റ് ബിലോങ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ചിന്തിക്കണം. ഇവിടെ 2ഉം 8ഉം കൊണ്ട് മൂന്നാമത്തെ പീരീഡ് ആണ്. അപ്പോൾ മൂന്നാമത്തെ പീരീഡിൽ ഇടയ്ക്ക് 10 ഗ്രൂപ്പ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ 2, 8, 7 ആണ്. അപ്പോൾ 7 കൂടെ 10 കൂട്ടിയാൽ നമുക്ക് 17 എന്ന് കിട്ടും. അപ്പോൾ 10 കൂടെ കൂട്ടിയാൽ ആദ്യത്തെ 1ഉം 2ഉം ആണ് ഫസ്റ്റ് 2 പീരീഡിൽ വരിക. പിന്നെയുള്ളത് 10 ഗ്രൂപ്പ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആറ്റോമിക് നമ്പർ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം 7 ആണെങ്കിൽ ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ 17 ആയിരിക്കും. ഡ്രോ ദ മോഡൽ ഓഫ് ദിസ് ആറ്റം. മോഡൽ നമുക്ക് വരയ്ക്കാം. അപ്പോൾ 17 പ്രോട്ടോൺ എന്ന് നമുക്കറിയാം. ആറ്റോമിക് നമ്പർ 17 തന്നിട്ടുണ്ട്. ന്യൂട്രോണിൻ്റെ എണ്ണം കൊടുത്തിട്ടില്ല, പക്ഷേ നമുക്ക് ഈ 17ാമത്തെ എലമെൻ്റ് അറിയാവുന്നതുകൊണ്ട് 18 ന്യൂട്രോൺ എഴുതി വെക്കുന്നു. നിർബന്ധമില്ല, കാരണം ഏതാണ് എലമെൻ്റ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ 17 പ്രോട്ടോണിൻ്റെ കാര്യം മാത്രം ഇവിടെ എഴുതി വെച്ചു. അപ്പോൾ ഇത് ന്യൂക്ലിയസ് ആയി എന്ന് വിചാരിക്കും. ഇനി 2, 8, 7 ആണ് നമ്മുടെ കോൺഫിഗറേഷൻ. അപ്പോൾ ഫസ്റ്റ് ഷെല്ല് അല്ലെങ്കിൽ ഫസ്റ്റ് പീരീഡിൽ 2 ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ വരച്ചു. ഇനി അടുത്ത ഷെല്ലിൽ നമുക്ക് 8 ഇലക്ട്രോൺ. 1, 2, 3, 4, 5, 6, 7, 8 ഇലക്ട്രോണായി. ഇപ്പോൾ 2, 8, 7. ഇനി ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ വേണം. 1, 2, 3, ഇവിടെ 1 കൂട്ടി 7 ഇലക്ട്രോൺ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആയി. 2, 8, 7 ഇത് കംപ്ലീറ്റ് ആയി. ഇനി ഇതിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ, ദി എലമെന്റ് എം ബിലോങ്സ് ടു 3rd പീരിയഡ് ആൻഡ് ഗ്രൂപ്പ് 1. സിമ്പിൾ ഈസ് നോട്ട് റിയൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേര് എം അല്ല എന്ന് നമുക്കറിയാം. 3rd പീരീഡിലാണ്, ഗ്രൂപ്പ് 1ലാണ്. റൈറ്റ് ദി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെന്റ്. ഇവിടെ തന്നെ എഴുതുന്നു. 3rd പീരീഡ് ആണ്. അപ്പോൾ 2, 8 ഇപ്പോൾ 2 പീരീഡ് ആയി. ഇനി ഗ്രൂപ്പ് 1ലാണ്. ഗ്രൂപ്പ് 1ൽ അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. 2, 8, 1. റൈറ്റ് ഇറ്റ്സ് നെയിം ആൻഡ് സിമ്പൽ. അപ്പോൾ നമുക്ക് പീരിയോഡ് ടേബിൾ നോക്കിയാൽ ഈ 2, 8, 1 എന്ന് പറയുന്ന, അതായത് മൂന്നാമത്തെ പീരീഡിൽ ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള സാധനം ഏതാണെന്ന് പീരിയോഡ് ടേബിൾ നോക്കിയാൽ നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ പേര് സോഡിയം, സിമ്പൽ Na. സി ക്വസ്റ്റ്യൻ, ടു വിച്ച് ഫാമിലി ഡസ് ദിസ് എലമെന്റ് ബിലോങ്. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. 2, 8, 1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പ് ആൽക്കലി മെറ്റൽസ് ആണ്. To which family does this element belong? The alkali metals. The question, write the electron configuration of the element belong to the same period and group 13. ഇതിൽ തന്നെ ഗ്രൂപ്പ് 13ൽ വരുന്ന എലമെന്റിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുക. സെയിം പീരീഡ് ആണ്. അപ്പോൾ 2, 8 അവിടെ വന്നു. മൂന്നാമത്തെ പീരീഡിൽ 13ാമത്തെ ഗ്രൂപ്പിൽ വരണമെങ്കിൽ 2, 8, 1 നമുക്കിപ്പോൾ തന്നിരിക്കുന്ന എം എന്ന് പറയുന്ന എലമെന്റ്. 2, 8, 2 വന്നാൽ അത് 2ാമത്തെ ഗ്രൂപ്പിലായിരിക്കും. ഇനി 2, 8, 3 വന്നാൽ
മൂന്നാമത്തെ ഗ്രൂപ്പ് അവിടെ ഇല്ല, പകരം 10 കഴിഞ്ഞിട്ട് 13ാമത്തെ ഗ്രൂപ്പിലായിരിക്കും അടുത്തുണ്ടാവുക. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഗ്രൂപ്പ് നമ്പർ 13 ഉള്ളതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ 2, 8, 3 ആയിരിക്കും ഗ്രൂപ്പ് നമ്പർ 13 വരുന്ന ഇതിനടുത്തുള്ള സെയിം പീരീഡിൽ തന്നെയുള്ള എലമെന്റിന്റെ കോൺഫിഗറേഷൻ 2, 8, 3. ഇനി ഇതിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ, ഇലക്ട്രോൺ കോൺഫിഗറേഷൻസ് ഓഫ് എലമെന്റ്സ് P, Q, R and S are given. Symbols are not real. പിയുടെ കോൺഫിഗറേഷൻ 2, 7 ആണ്, ക്യൂവിൻ്റെ 2, 8 ആണ്, R 2, 8, 1 ആണ്, S 2, 8, 7 ആണ്. ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് എലമെന്റ്സ് ബിലോങ് ടു ദ സെയിം പീരീഡ്? ഒരേ പീരീഡിൽ വരുന്നത് ഏതൊക്കെ? വിച്ച് ഓഫ് ദീസ് എലമെന്റ്സ് ബിലോങ് ടു ദ സെയിം ഗ്രൂപ്പ്? ഒരേ ഗ്രൂപ്പിൽ വരുന്നത് ഏതൊക്കെ? സി ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ നോബിൾ ഗ്യാസ് എമംഗ് ദീസ്. ഇതിനകത്തെ നോബിൾ ഗ്യാസുകളെ കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ ഗ്രൂപ്പ് നമ്പർ ആൻഡ് പീരീഡ് നമ്പർ ഓഫ് ദ എലമെന്റ് എസ്. എസിന്റെ ഗ്രൂപ്പ് നമ്പറും പീരീഡ് നമ്പറും കണ്ടുപിടിക്കുക. നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് എലമെന്റ്സ് ബിലോങ് ടു ദ സെയിം പീരീഡ്? ഒരേ പീരീഡിൽ വരുന്നത് ഏതൊക്കെ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പീരീഡ് നമ്പർ ഷെൽ നമ്പർ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ നോക്കാം, ഈ പിയിൽ നമുക്ക് 2 ഷെല്ലേ ഉള്ളൂ, അതുപോലെ ക്യൂവിലും 2 ഷെല്ലേ ഉള്ളൂ, അതുപോലെ ആറിൽ 3 ഷെല്ലുണ്ട്, എസിലും 3 ഷെല്ലുണ്ട്. അപ്പോൾ സെയിം പീരീഡിൽ വരുന്നു, ഒരേ ഷെൽ നമ്പർ ഉള്ളത്. അപ്പോൾ ആദ്യം അതിൽ എ ക്വസ്റ്റനിൽ 1ാമത്തെ പി ആൻഡ് ക്യൂ, ഇത് രണ്ടും സെയിം പീരീഡിലാണ്. അതിൽ 2ാമത്തത് ആർ ആൻഡ് എസ്, ആറും എസിനും 3 ഷെല്ലുണ്ട്. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് എലമെന്റ്സ് ബിലോങ് ടു ദ സെയിം ഗ്രൂപ്പ്? ഒരേ ഗ്രൂപ്പിൽ വരണം. ഒരേ ഗ്രൂപ്പിൽ വരണമെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകൾ ഒരേ എണ്ണമായിരിക്കും. ഇവിടെ നോക്കാം, പിയിൽ 7 എണ്ണമാണുള്ളത്, അതുപോലെ എസിലും 7 എണ്ണമാണുള്ളത്. ഇവിടെ വരുമ്പോൾ 1ഉം ഇവിടെ 8ഉം ആണ്, അത് വ്യത്യസ്തമാണ്. അപ്പോൾ ബി ക്വസ്റ്റിൻ്റെ ആൻസർ പിയും എസും, പി ആൻഡ് എസ്. ഇനി ഇതിലെ സി ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ നോബിൾ ഗ്യാസ് എമംഗ് ദീസ്. ഇപ്പോൾ നോബിൾ ഗ്യാസ് എന്ന് പറഞ്ഞാൽ അത് 18ാമത്തെ ഗ്രൂപ്പിലായിരിക്കണം, അതിനാണ് നമ്മൾ നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത്. അതുപോലെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കംപ്ലീറ്റ് ആയിരിക്കണം. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടാവണം. ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉള്ളത് ക്യൂവിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സി ക്വസ്റ്റിൻ്റെ ആൻസർ ക്യൂ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഗ്രൂപ്പ് നമ്പർ ആൻഡ് പീരീഡ് നമ്പർ ഓഫ് എലമെന്റ് എസ്. എസിൻ്റെ ഗ്രൂപ്പ് നമ്പറും പീരീഡ് നമ്പറും കണ്ടുപിടിക്കുക. എസിലേക്ക് നോക്കും. എസിൻ്റെ ഗ്രൂപ്പ് നമ്പർ ജി എന്ന് എഴുതി, ജി സി ഈക്വൽ ടു 2, 8, 7 ആണുള്ളത്. അത് 3ാമത്തെ പീരീഡിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം പീരീഡ് എഴുതാം. പി ഈസ് ഈക്വൽ ടു 1, 2, 3, 3ാമത്തെ പീരീഡിലാണ്. അത് ആദ്യം എഴുതി വെച്ചു. ഇനി 3ാമത്തെ പീരീഡിൽ വരുമ്പോൾ 3ാമത്തെ പീരീഡിൽ നമുക്ക് ആദ്യത്തെ ആൽക്കലി മെറ്റൽസും ആൽക്കലി എർത്ത് മെറ്റൽസും 2 പീരീഡ് കഴിഞ്ഞാൽ പിന്നെ 10ന്റെ ഡിഫറൻസ് കഴിഞ്ഞിട്ടാണ് അടുത്ത ഗ്രൂപ്പ് തുടങ്ങുന്നത്. 4ാമത്തെ പീരീഡ് മുതൽ അങ്ങനെയല്ല, ഇവിടെ ഈ പ്രത്യേകത കുറവ്. അപ്പോൾ നമുക്ക് 2, 8, അപ്പോൾ 2, 8 എന്ന് പറയുന്നത് 2 എന്ന് പറയുന്ന 1ാമത്തെ ഷെല്ല് കഴിഞ്ഞു, 8 2ാമത്തെ ഷെല്ലും കഴിഞ്ഞു, 2ാമത്തെ പീരീഡ്. ഇനി 3ാമത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോണാണ് ഉള്ളത്. അപ്പോൾ 7ൽ ആദ്യത്തെ 1ഉം 2ഉം പോയി, പിന്നെ 10 കൂട്ടണമെന്ന് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ നമുക്കിവിടെ 10, 7, 17. ഗ്രൂപ്പ് നമ്പർ 17, ഇതുപോലെ പീരീഡ് നമ്പർ 3ഉമാണ് എസ് എന്ന എലമെൻറ്റിൻ്റെ. ഇനി ഇതിലെ 6ാമത്തെ ക്വസ്റ്റ്യൻ, ഇലക്ട്രോൺ കോൺഫിഗറേഷൻസ് ഓഫ് എ ഫ്യൂ എലമെൻറ്റ്സ് ആർ ഗിവൺ. എയുടെ 2, 1, ബിയുടെ 2, 8, 1, സിയുടെ 2, 8, 7. സിമ്പിൾസ് റിയൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ക്വസ്റ്റ്യൻ ഇവിടെ സബ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് എലമെന്റ്സ് ഹാസ് ബിഗ്ഗർ ആറ്റം, എ ഓർ ബി? വിച്ച് ആറ്റം ഈസ് ബിഗ്ഗർ, ബി ഓർ സി? എയിലും ബിയിലും ബിഗ്ഗർ ആറ്റം ഏത്, അതുപോലെ ബിയിലും സിയിലും ബിഗ്ഗർ ആറ്റം ഏത്? അപ്പോൾ ആറ്റം വലുതാവുന്നത് എങ്ങനെ, ചെറുതാവുന്നത് എങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എ ക്വസ്റ്റ്യനിൽ എയും ബിയും ആണുള്ളത്. അപ്പോൾ എയിലെ എ എന്ന എലമെൻറ്റിൽ 2, 1 ആണുള്ളത്. അപ്പോൾ അവിടെ 2 ഷെല്ലേ ഉള്ളൂ. ബി ക്വസ്റ്റിനകത്ത് അല്ല, എ ക്വസ്റ്റിനിൽ തന്നെ ബി എന്ന എലമെൻറ്റിന് 2, 8, 1, 3 ഷെല്ലുണ്ട്. അപ്പോൾ
2.1 താഴെ ആയിരിക്കും 2.8.1. അതായത് രണ്ട് തരം ചിന്തിക്കാം. നമുക്കൊരു ഷെല്ലിൻ്റെ എണ്ണം കൂടി, അപ്പോൾ തന്നെ വലിപ്പം കൂടുതലായിരിക്കും. അതുപോലെ മുകളിൽ നിന്ന് താഴേക്കാണ് ഇത് പോവുക. നമ്മൾ പഠിച്ചത് മുകളിൽ നിന്ന് താഴേക്ക് പോകുന്തോറും ഷെല്ലുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് ആറ്റത്തിൻ്റെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ എ ക്വസ്റ്റിൻ്റെ ആൻസർ അത് 3 ഷെല്ലുള്ള ബി എന്ന എലമെൻറ്റിനായിരിക്കും വലിപ്പം കൂടുതൽ. അപ്പോൾ ബി എന്നുള്ള ആൻസർ. ഇനി സബ് ക്വസ്റ്റ്യൻ ബി, വിച്ച് ആറ്റം ഈസ് ബിഗർ, ബി ഓർ സി? ഇവിടെ ബിയിലും സിയിലും നോക്കിയാൽ ഇവിടെ സെയിം പീരീഡാണ്, അതായത് ഷെല്ലുകളുടെ എണ്ണം സെയിം ആണ്. അപ്പോൾ ഷെല്ലുകളുടെ എണ്ണം കൊണ്ട് വലുപ്പത്തിൽ വ്യത്യാസം വരില്ല. ഇനി ചിന്തിക്കേണ്ടത് ഇവിടെ ന്യൂക്ലിയർ ചാർജ് എങ്ങനെയായിരിക്കും? ഇവിടെ 2.8 ആണ്. ഇവിടെ ഒരു പ്രോട്ടോൺ ഒരു ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യുമെന്ന് വിചാരിച്ചാൽ ഇവിടെ അപ്പോൾ 7 ഇലക്ട്രോൺ ഉണ്ട്, 7 പ്രോട്ടോൺ. അപ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടുതൽ സിക്കായിരിക്കും. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ ന്യൂക്ലിയസ് അട്രാക്ട് ചെയ്യുന്നതിൻ്റെ അളവ് കൂടുതൽ സിക്കായിരിക്കും. കാരണം ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും എണ്ണം കൂടുതൽ. ഇവിടെ 7 എണ്ണം ഉണ്ട്, ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന പോലെ ചിന്തിച്ചാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കുറഞ്ഞു വരും. ഏത് തരത്തിൽ ചിന്തിച്ചാലും ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നതിന് കാരണമാണ് ഞാൻ പറഞ്ഞത്, ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും എണ്ണം കൂടുമ്പോൾ അവരുടെ അട്രാക്ഷൻ കൂടുന്നു. അപ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം ചുരുങ്ങുന്നു, ആറ്റം ചെറുതായി വരുന്നു. അട്രാക്ഷൻ കൂടുമ്പോൾ ന്യൂക്ലിയസിലേക്ക് അടുക്കുന്നു. അപ്പോൾ ഇവിടെ വിച്ച് ആറ്റം ഈസ് ബിഗർ, ബി ഓർ സി? വലുത് എന്ന് വെച്ചേക്കുന്നത്. അപ്പോൾ സി ഇവിടെ ചെറുതാവുകയാണ് ചെയ്ത, അപ്പോൾ വലുത് ബി ആണ്. അപ്പോൾ ബി എന്ന് നമുക്ക് ആൻസർ കിട്ടി.